എല്ലാവരുടെയും ഊഴം കഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് പറയാനുള്ളൊരു കേൾക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്, കേട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. എന്താണല്ലേ, അനുഭവം കൊണ്ട് പറയാണ് മക്കളെ, പുതിയ തലമുറയിലുള്ള കുട്ടികളോടാണ്. നമ്മൾ പണ്ടുള്ളൊരു പറയലുണ്ട്, നാവിന് എല്ലില്ല എന്നുള്ളത്. അതേപോലെ നാവിന് എല്ലില്ലാത്ത ആൾക്കാർ പല കുസൃതികളും പറയും. അത് കേട്ടിട്ട് നിങ്ങൾ പ്രസവം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് കാത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ പൊന്നാര മക്കളെ, 2 പെറ്റ അനുഭവം കൊണ്ട് പറയാം. ഒന്നൊന്നര സുഖമാണ് എൻ്റെ അഖിൽമാരാരേ. അഖിൽമാരാർ ഈ നെല്ല് കുത്തുന്നെന്ന് പറയുന്നത്. എടോ, ഈ ഒരാൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞാൽ അഖിൽമാരാരുടെ ഭാര്യനെ കുറിച്ചല്ല കേട്ടോ പറയുന്നത്, നാട്ടിലുള്ള ആൾക്കാരെ പറ്റിയാ. മനുഷ്യന്മാരുടെ കാര്യമല്ലേ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. വേണ്ട, നമ്മളതിന് മനുഷ്യന്മാരുടെ എന്നെ തന്നെ പറയാം. എൻ്റെ പൊന്നാര മക്കളെ, പ്രഗ്നൻ്റ് ആണെന്നിങ്ങോട്ട് അറിഞ്ഞ അന്ന് തുടങ്ങിക്ക് നിൽക്കാനും നടക്കാനും കിടക്കാനും പറ്റാത്ത ഛർദി. എന്താ സുഖം. ഓരോ ഛർദി ഇങ്ങോട്ട് വരും, ഞാൻ ഈ DJ പാട്ട് ഇങ്ങോട്ടിടും, 2 സ്റ്റെപ്പ് ഇങ്ങോട്ട് വെക്കും. അത് കഴിഞ്ഞിട്ട് ഉമ്മ കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും ഓട്സോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുത്തരും. ഇതിങ്ങോട്ട് കാണും, അന്നപ്പോൾക്ക് അടുത്തുണ്ടാവും. ആ ഛർദി ഇങ്ങോട്ട് കഴിഞ്ഞ് വരുമ്പോൾക്ക് അടുത്ത DJ പാട്ട്. മുക്കാലേ അയഞ്ഞു തോനെ ഇടൽ, മുക്കാനുള്ളതാണല്ലോ. എൻ്റെ ഒരറിവ് വെച്ചിട്ട് 9 മാസവും ഞാൻ ഛർദ്ദിച്ചിക്ക്. എല്ലാവരും ഡെലിവറി പെയിൻ എന്ന് പറയുന്നത് എന്തെന്നാന്ന് പറയുന്നതിന് അപ്പുറമായിട്ട് എനിക്ക് ഡെലിവറി പെയിൻ വരുന്നതെന്ന് തോന്നി അന്നപ്പം തൊട്ടിട്ട് ഛർദിയായിരുന്നു. എൻ്റെ വീടിൻ്റെ പരിസരത്തൂടെ ഒരു മനുഷ്യന് നടക്കാൻ പാടില്ലായും. അവരടിക്കുന്ന സ്പ്രേ പറ്റൂല, ചിലരെനിക്ക് കാണാൻ പറ്റൂല, ചില ഫുഡ് പറ്റൂല, വീട്ടിൽ പാത്രം കൈകൾ അങ്ങ് തൊടിയെ കൊണ്ടുവച്ചിട്ട്, കാരണം അതിൻ്റെ സ്മെല്ല് പറ്റൂല. അങ്ങനെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാ. എന്നിട്ടോ ഞാനിങ്ങ് പറ്റോ? ഇല്ല, കീറേണ്ടി വന്ന്, വേദന മുഴുവനോ അനുഭവിക്കേണ്ടിയും വന്ന്, എന്നിട്ടോ കീറിയെടുക്കേണ്ടിയും വന്ന്. കീറിയെടുത്തതോ വരുന്ന കിളിവാതിൽ തുറന്ന് കടവാതിൽ വരുന്നു. ഡോ 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 അപ്പോൾ നമ്മളെ ബാക്കി കഥയും കൂടി പറഞ്ഞില്ല. അപ്പോൾ അഖിൽമാരാർ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ, പ്രസവിച്ചിങ്ങോട്ട് വരെ അരി കുത്തിന്ന്. ഡോക്ടർ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, നിന്നെ റൂമിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് എണീറ്റ് പോയിട്ട് യൂറിൻ പാസ് ചെയ്ത് വരണമെന്ന്. കീറി മുറിച്ചിട്ടഞ്ഞോട് വിട്ടുകൊടുക്കുമോ ഞാൻ? അന്ന് അഖിൽമാരാറെ കാരണവനായിരുന്നു എൻ്റെ ഗുരു. അങ്ങേരെ ഇങ്ങോട്ട് മനസ്സിൽ വിചാരിച്ചിട്ട് ഞാനൊരു നടത്താട്ട് നടന്നെൻ്റെ സാറേ. കൂട്ടത്തിലൊരു ചുമയും, ചുമച്ചതൊക്കെ ഓർമ്മയുണ്ട്. ഈ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ നിന്നൊരു വലി ബ്ലഡ് ഇങ്ങ് പോയാൽ എൻ്റെ പൊന്നാര മക്കളെ. എന്ന് വെച്ച് പ്രസവവേദന ഞാൻ അനുഭവിച്ചിട്ടില്ല എന്നൊന്നും പറയുന്നില്ല കേട്ടോ. ഡെലിവറി പെയിൻ ആയി ഫുൾ അനുഭവിച്ച് വാട്ടർ ബ്രേക്ക് ആവാത്തത് കൊണ്ടാണ് ഞാൻ വേദന ഉണ്ട് എന്ന് പറയുമ്പോൾ ഡോക്ടർ വേദന ഇല്ലാന്ന്, ഞാൻ വേദന ഉണ്ട് ഡോക്ടർ വേദന ഇല്ല. അവിടേക്കൊരു സിസ്റ്റർ ഒരു സാധനം എടുത്ത് ഞാൻ വയറ്റുമേൽ വെച്ച ഓർമ്മയുണ്ട്. ഈശോയേ എന്നും പറഞ്ഞൊരു ഓട്ടോ ഓടിക്കി. പിന്നെ ഇടവിടുങ്ങനെ ഇങ്ങനെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി, സിനിമ തിയേറ്ററിലല്ല കേട്ടോ, ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി കീറി മുറിച്ച് കൊഞ്ഞിനെടുത്തു. അപ്പോൾ ആ ഒരു എന്താ പറയുക, മുക്കാൽ അവിടെ കഴിഞ്ഞു. പിന്നീട് മുക്കാല വന്നത് 5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം. അതും ഞാനൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചതാ. നീയും തരികിടതോ ദേ കിടക്കുന്ന വീണിക്ക ഞാൻ 2 മാസമായപ്പോൾ. 2 മാസമായപ്പോൾ വീണ് എനിക്കൊരു ചായ. അപ്പോൾ 2 മാസമായപ്പം ഞാൻ വീണ്
പിന്നെ അങ്ങോട്ട് ഈ റോബോട്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതേപോലെ ഞാൻ നടന്നത്. ഈ അടുത്ത ഓപ്പറേഷൻ വരെ നടക്കാൻ പാടില്ല, നിൽക്കാൻ പാടില്ല. കിടക്കുകയാണെങ്കിൽ തലയണൻ്റെ മുകളിൽ കാല് കയറ്റി വെച്ച് കിടക്കണം. ഇതിൻ്റെ ഉള്ളിൽ കൂടി അഖിൽമാരാർ പറഞ്ഞ ആ എൻജോയ്മെൻ്റ് എവിടെയാണെന്നുള്ളത് എനിക്ക് ഇതുവരെ പിടുത്തം കിട്ടിയില്ല. മോൾക്ക് 11 വയസ്സും മോന് 16 വയസ്സുമായി. അപ്പം അത്രയും വർഷങ്ങൾക്ക് മുമ്പായതുകൊണ്ട് ഒരുപക്ഷെ എന്നോട് മറന്നു പോയതായിരിക്കും കേട്ടോ. എന്തായാലും 2 പ്രസവത്തിലും ഡോക്ടറിനോട് മുക്കാല പാടാൻ പറഞ്ഞില്ല. എല്ലാവരോടും പറയൂലേ മുക്കാലാന്ന്, എന്നോട് മുക്കാൻ പറഞ്ഞില്ല. അതിന് ഡോക്ടറോട് പ്രത്യേകിച്ച് നന്ദി പറയാണ്. എനിക്കെൻ്റെ മോന് ഡെലിവറി പെയിൻ കിട്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പം എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. ഒട്ടും നടന്നോട്ടെ, എനിക്ക് വേദനയാകുമ്പോഴേക്കും ഞാനിങ്ങനെ കൂടിപ്പോവുക ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ത്രീ അങ്ങനെ നടന്നങ്ങ് പോവുക, എന്നെ സ്ട്രെച്ചറിലും കൊണ്ടുപോവുക. അവിടുന്ന് ഒരു 2-3 മണിക്കൂർ എന്നെ പുലർച്ചെ 2 മണിക്ക് കൊണ്ടുപോയി. ഞാൻ പ്രസവിക്കുന്നല്ല സി സെക്ഷൻ എപ്പോഴെന്നറിയോ? ഉച്ചയ്ക്ക് 2 മണിക്ക്. പുലർച്ചെ 2 മണിക്ക് കൊണ്ടുപോയിട്ട് ഉച്ചയ്ക്ക് 2 മണിക്കാണ് കുഞ്ഞ് വെളിച്ചത്ത് ചാടുന്നത്. അതുവരെ ഞാൻ വേദനയെ അനുഭവിച്ച് നിൽക്കുക. എന്തായി സുഖം. എൻ്റെ വാപ്പ പണ്ട് വണ്ടിയിൽ വെച്ചൊരു സെറ്റ് ഉണ്ടായിരുന്നു. അതിങ്ങോട്ട് ചാവറ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ആ ലോറക്കാട്ട് പാട്ടിട്ട് അവിടെയൊക്കെ നമ്മുടെ സിസ്റ്റർമാർ ക്രിസ്ത്യൻസിൻ്റെ ഹോസ്പിറ്റലാണേ. അപ്പോൾ അവരും കൂടി മുക്കാല മുക്കാപ്പില ലൈല എന്ന് ഡോക്ടറാട്ടോ പറഞ്ഞ്. അപ്പോൾ ഈ പെണ്ണുങ്ങൾ നടന്നു പോയി ഒരു 2 മണിക്കൂർ കഴിയും ഈ പെണ്ണുങ്ങളെ ഡെലിവറി കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞ്, കൊച്ചേ നീ ആ കൊച്ചിനെ കണ്ട് പഠിക്ക്, ആ കൊച്ചിത ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പോയിട്ട് പ്രസവിച്ച് ഇങ്ങ് വന്നു. അത് ചിലപ്പോൾ അഖിൽമാരാറ പെങ്ങളെ ആവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് പെയിനുണ്ട്, ഞാൻ ഡോക്ടറോട് പറയുകയും ചെയ്യുന്നുണ്ട് പെയിനുണ്ട് എന്ന്. ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു പെയിനുള്ള സമയത്ത് ഒന്നിറങ്ങി നടന്നാൽ മതി, അപ്പോൾ കുട്ടി ഇങ്ങനെ തായോട്ട് വരുമെന്ന്. ഡോക്ടർ അങ്ങോട്ട് റൗണ്ട്സിന് പോകുമ്പോൾ ഞാൻ നടക്കുകയാണ്, ഇങ്ങോട്ട് റൗണ്ട്സിന് പോകുമ്പോൾ ഞാൻ നടക്കുകയാണ്. അപ്പോൾ വേദന ഉള്ള ഒരു പെണ്ണ് ഒരിക്കലും എണീറ്റ് നടക്കൂലോ. എത്രയും വേദന ഞാൻ സഹിക്കും കേട്ടോ. ഒരു സമയം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഉമ്മ ഞാൻ പോവുകയെന്ന് തോന്നുന്നു, ഇനി ഞാൻ പ്രതീക്ഷിക്കരുത്, എനിക്കിനി സഹിക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെ. അപ്പോൾ എൻ്റെ ഈ ഡയലോഗും മെൽമൊക്കെ എവിടെയോ ഒരു കുളത്തിപ്പിടി. ഉമ്മ ഒരു സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ ഒന്ന് വന്ന് നോക്കൂ, കുട്ടി ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ സിസ്റ്റർ വന്നൊരു സാധനം എന്താണെന്നൊന്നും എനിക്കറിയില്ല, വയറിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചതേ ഉള്ളൂ. എൻ്റെ ഈശോയെന്നും പറഞ്ഞു ഒരു ഓട്ടോ ഓടി. പിന്നെ ഡോക്ടർ വരല്, സ്ട്രെച്ചർ വരല്, എന്നെ കൊണ്ടുപോവല്, അവർ വാഷ്റൂമിൽ കൊണ്ടുപോയിട്ട് എന്നെ മേല് കഴുകിക്കുന്നത്. ഞാനിങ്ങനെ എന്താളി ചെക്കുക, എനിക്ക് എന്തുവാ പറ്റിയെന്ന് ഒരു പിടുത്തമില്ല. എനിക്ക് തൊട്ട് മുമ്പ് അമ്മാനോട് പറഞ്ഞേക്ക് ഞാൻ ഈ ലോകത്തോട് ബബായി പറയാട്ടോ എന്ന്. ഇനി അതിൻ്റെ പേരിലെങ്ങാനും എനിക്ക് വല്ല പൊന്നാടി അണിയിക്കാൻ കൊണ്ടുപോവുകയാണ് എന്നുള്ള രീതിയിലായി ഞാൻ നിന്നത്. അപ്പോഴേക്കും വാട്ടർ ബ്രേക്ക് ചെയ്യാത്തതുകൊണ്ട് കുട്ടി വയറ്റുന്ന് തന്നെ മഷി കഴിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് കൊണ്ട് ഒരു 1/2 മണിക്കൂറോട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെയും കുട്ടീനെയും കിട്ടൂലായിരുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും 1/2 മണിക്കൂർ കഴിഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പം സോഷ്യൽ മീഡിയ തുറന്നാൽ മുഴുവനും ഈ മുക്കാല പാടുന്നതും അഖിൽമാരാർ എയറിൽ കേട്ടുന്നതും കേട്ടപ്പോൾ എൻ്റെ അഖിലേട്ടാ നിങ്ങൾ അമ്മായിനെങ്കിലും എൻ്റെ പ്രസവത്തിന് പറഞ്ഞു വെച്ചുകൂടായിഞ്ഞോ? എന്തോ ഒരു സുഖമായിഞ്ഞു. ആ നടത്തം അതാണ് സഹിച്ചുകൂടാത്തത്. ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർമാർക്കുണ്ടൊരു പറച്ചിൽ, ഒറ്റക്ക് വാഷ്റൂമിൽ പോയിട്ട് എണീറ്റ് ഇരുന്ന് വാഷ്റൂമിൽ പോയിട്ട് മൂത്രമൊഴിച്ച് തിരിച്ച് വന്ന് അവർ റൂമിലേക്കാക്കും, അല്ലേ ആക്കൂല, അവിടെ തന്നെ കിടക്കണം. അപ്പോൾ നമ്മളൊറ്റയ്ക്ക് ഇങ്ങനെ കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊക്കെ വാശിക്ക് ശ്വാസം പിടിച്ചായി എണീറ്റത്. 2 എണ്ണത്തിനും അങ്ങനെയാണ്. ഇതിലെവിടെയാ ഈ അരി ഇടിക്കാനുള്ള നേരമൊക്കെയെന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടോ. എന്നാലും അരി തന്നെ അല്ലായിഞ്ഞോ പറഞ്ഞ, ഗോതമ്പൊന്നും അല്ലല്ലോ. ഗോതമ്പാണേ ഇടിക്കാൻ പറ്റൂ കേട്ടോ, അരി ഇടിക്കാൻ പറ്റൂല. അതങ്ങനെയാ, ഗോതമ്പൊക്കെ എന്തായാലും ഇടിക്കാൻ പറ്റും. ഏതായാലും 2 പ്രസവം കഴിഞ്ഞ് എനിക്ക് അരി ഇടിക്കാൻ പറ്റിയില്ല. എനിക്ക് അത് മതി. അപ്പോൾ എനിക്ക് ചായ കൊണ്ടു തന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ മുഴുവനോ
ഈ പ്രസവത്തിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എൻ്റെ അനുഭവവും കൂടി പറയണ്ടേ. ഞാനാണേ പ്രസവിച്ച എൻ്റെ അമ്മ പറഞ്ഞതായിരിക്കും, മോളെ പ്രസവിച്ച എന്താ എൻ്റർടൈൻമെൻറ്റ്, ഇനി സിനിമയ്ക്ക് പോകുന്നതിനെക്കാട്ടിലും ബീച്ചിൽ പോകുന്നതിനെക്കാട്ടിലും പാർക്ക് പോകുന്നതിനെക്കാട്ടിലും 2 പ്രസവിച്ചാൽ മതി, എനിക്ക് ലോകം ഒന്നായിട്ട് നീ കീഴടക്കാമെന്ന് കേട്ടപ്പായിരുന്നു ഞാൻ ഇതിനിറങ്ങിയത്. 4 എൻ്റെ മങ്ങൾ 3 ഞാൻ 2 5. 5 പ്രാവശ്യം ഞങ്ങൾ DJ പാർട്ടി വീട്ടിൽ നടത്തി. ഓഹോ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഡോക്ടർമാർ വെച്ചെന്ന പാട്ട് മുക്കാല മുക്കാപ്പില. അപ്പം അഖിൽമാരാറെ താങ്ക് യു സാർ. ചേട്ടൻ്റെ അമ്മ സുഗന്ധനായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ചേട്ടൻ്റെ ഭാര്യ പ്രസവിച്ച സ്ത്രീയാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരോടും നന്ദി നമസ്കാരം പറഞ്ഞുകൊണ്ട് വീണ്ടും സന്ധിക്കും വരെ വണക്കം. ഞാൻ ചായ കുടിക്കട്ടെ. മുക്കാല പറയാൻ ഉള്ളിൽ കൂടി ഒന്ന് വന്നടാ. ഓക്കെ, ടാറ്റാ.